അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ നിങ്ങളൊക്കെ വർത്താനം മക്കളെ, സുഖല്ലേ? അപ്പം അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പം എനിക്ക് ന്യൂമോണിയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ ഡോക്ടറെയൊക്കെ കാണിച്ചു വന്നു കേട്ടോ. എന്നാലും സംസാരിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലും ചെറുതായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം അൽഹംദുലില്ലാ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ലേസം ബിരിയാണിയൊക്കെ വെക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇന്നലെ ഗിഫ്റ്റ് പൊടിച്ചപ്പോൾ എന്തെത്താ സന്തോഷമില്ലാത്ത സാധനം കിട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. സന്തോഷമില്ലായ്മയല്ല, മനസ്സിക്ക് ടെൻഷനാട്ടോ. ഭയങ്കര മനസ്സിക്ക് നമുക്ക് ന്യൂമോണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നിൽക്കാനൊന്നും വയ്യ, ശ്വാസത്തിനൊക്കെ ഭയങ്കര തടസ്സം. അപ്പം നമ്മളെ വീഡിയോസൊക്കെ സ്റ്റോപ്പായി പോകുമെന്നൊരു പേടിയൊക്കെ ഉണ്ട് മനസ്സിക്ക്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നുകൊണ്ട്. ആ ഇത്താനോടും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു കേട്ടോ. അപ്പം ഇത്ത ലേസം ബിരിയാണീൻ്റെ അരിയും നെയ്യൊക്കെ കൊടുത്തയച്ചിരുന്നു. പിന്നെ നമ്മളെ സിലുവിൻ്റെ കിറ്റിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ നിങ്ങൾ വീഡിയോസിൽ പറയണ കേട്ടില്ലേ, നമ്മളെ ഇച്ചുമോള് ലേസം ബിരിയാണി വെച്ചേരിമ്മ, നിങ്ങൾ പെരുന്നാൾക്ക് മാത്രമേ ബിരിയാണി വെക്കുള്ളൂ എന്ന്. അപ്പോൾ കുട്ടികളെ ആഗ്രഹമല്ലേ, നമുക്ക് വെയ്യെങ്കിലും നമുക്ക് ലേസൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. കാക്കു പറഞ്ഞു ഞാൻ ലേസം ഇറച്ചിയൊക്കെ കൊണ്ടുവരാം, ഈ ബിരിയാണി വെക്ക്, നമ്മളെല്ലാവരും കൂടിക്കാണ്ട് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് എന്തായാലും കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ വയ്യട്ടോ. 2 കാലും കുഴഞ്ഞു പോവുകയാണ്, പ്രഷറൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ പിന്നെ കാക്കും റിതും ഷെയ്മോളൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി മാറിന്. അപ്പോൾ കുക്കറിൽ ലേസം വെക്കുക, അടുപ്പൊന്നും മൂട്ടാൻ നിന്നില്ല കേട്ടോ. അതൊക്കെ തീച്ചുപിടിപ്പിച്ചുമ്പോഴത്തേന് മക്കളൊക്കെ കരയിൽ തുടങ്ങും. അപ്പോൾ ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്. നമ്മൾ ബണ്ണൊക്കെ പാക്കിങ് ചെയ്തൊക്കെ വിടുമ്പോഴേ ഒരുപാട് നേരമായിട്ടുണ്ട്. നമ്മൾ പൈസ തന്നു കഴിഞ്ഞാൽ സാധനം കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അവർ ആനക്കായം പോയി കൊണ്ടേ കൊടുത്ത് വന്നിട്ട് ആണ് ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. നമ്മളെ എച്ചുമ്മയൊക്കെ കണ്ടോ അതിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ, ആയോ ചോദിച്ചു കണ്ട്. അപ്പോൾ പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കുക്കറിൽ ബിരിയാണി ഞാൻ ഒരട്ടം കാണിച്ചാട്ടോ, 1-2 പ്രാവശ്യമൊക്കെ കാണിച്ചതാണ്. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മസാലകളൊക്കെ ഇട്ടുകാണ്ട് ഇറച്ചി ഒന്നാണ് വേവിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട്. നല്ല ബൗസില്ല അരി കേട്ടോ ഇത്ത കൊടുത്തയച്ചത്. അപ്പോൾ ആ അരി നന്നായിട്ട് ഞാനൊന്നും ഇങ്ങോട്ട് ഒരു ഹാഫ് വേവാക്കി കണ്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോസിൽ പകർത്തിയിട്ടില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു വാഴൻ്റെ ഇലയൊക്കെ മൂപ്പിച്ചെടുത്ത് കണ്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണ അതിൻ്റെ അടിയിൽ മസാലകൾ, അധികം മസാലകളൊന്നും ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ. ലേസം മഞ്ഞപ്പൊടിയും ലേസം അതേപോലെ മല്ലിപ്പൊടിയും ലേസം ചിക്കൻ പൗഡറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ലിനുമോളൊക്കെ അവിടെ ഇരിക്കുകയാണ്. കാക്കു ഇങ്ങനെ കൂടി തരുന്നുണ്ട്. കാക്കുവിന് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ലീവൊക്കെയാണ്. അപ്പോൾ ലേസം ഇറച്ചിയൊക്കെ കൊടുന്നുകാണ്ടേ കുട്ടികൾക്ക് സെറ്റപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാനവിടെ കിടക്കുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം കേട്ടോ. ന്യൂമോണിയ ആയാൽ അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ മഞ്ചേരിയൊക്കെ പോയിക്കാണ്ട് കാണിച്ചു. ഒരു 3-4 പ്രാവശ്യമായി ഡോക്ടേഴ്സ്മാരെയൊക്കെ കാണിക്കണം. അപ്പോൾ ശ്വാസത്തിന് ഭയങ്കര തടസ്സം വന്നപ്പോൾ ഇന്നലെ പിന്നെ നമ്മൾ മഞ്ചേരി ഒരു നിസാർ ഡോക്ടർ ഉണ്ട് ജില്ലാ ആശുപത്രിയിൽ. അപ്പോൾ അവിടെ പോയി കാണിച്ചു. ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ നല്ല കഫൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ന്യൂമോണിയ ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ബേബിയാളെ ബുദ്ധിമുട്ട്, ബേബിയാളെയും കൊണ്ട് അഡ്മിറ്റ് ആവുന്ന ഒരു ബുദ്ധിമുട്ടും, പിന്നെ നമ്മളെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിലല്ലേ ഈ കുട്ടികളെ കയറ്റൂല, നമുക്ക് നിന്നേരാനുള്ള സാഹചര്യം ആരും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞുകാണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കണ്ടാണ് പോന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കിടക്കന്നെയായിരുന്നു. അപ്പോൾ റിതുവിനൊക്കെ ഭയങ്കര ടെൻഷന്. റിതു ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് എണീറ്റ് കാണ്ട് ഉമ്മ 2 ചീത്തയെങ്കിലും നിങ്ങൾ പറയേ, അപ്പോഴേ മനസ്സിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ റിതു ഇങ്ങനെ പറയേണ്ടത് എന്താ വെച്ചാൽ എപ്പോഴും ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടും ഭയങ്കര പൊട്ടിത്തെറിച്ചു കൊണ്ടാണ്. പെട്ടെന്ന് ഞാനിങ്ങോട്ട് വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടിയപ്പോഴേ മക്കൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ കേട്ടോ. കാക്കു റിതും ഷെയ്മോൾ തന്നെയായിരുന്നു ബേബിയാളെയൊക്കെ നോക്കിയിരുന്നത്. ഞാനാണെങ്കിൽ പറ്റപ്പം മെലിഞ്ഞ് ആകെ കിട്ടി. അന്ന് ആ പനി വന്നതാ പേച്ചത് കേട്ടോ.
ഡോക്ടറെയൊക്കെ കാണിച്ചിരുന്നു. പിന്നെ ഇങ്ങോട്ട് 2 ദിവസമൊക്കെ പനിയൊക്കെ നിന്ന ശേഷം പിന്നെ ഭയങ്കര നെഞ്ഞിനൊക്കെ അസ്വസ്ഥത വന്നു കേട്ടോ. അപ്പോൾ 2 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. അപ്പോഴാണ് ഇപ്പോൾ 3ാമത്തെ ഡോക്ടേഴ്സാണ് ന്യൂമോണിയൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് മാറി കിട്ടാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യേണ്ടിട്ടോ. ഒന്നാമത് 2 മക്കൾ പാൽ കുടിക്കണല്ലേ. അപ്പോൾ അവരെ പാലുടി നിർത്താൻ എന്തായാലും ആയിട്ടില്ല. 1 വയസ്സും 2 മാസമൊക്കെ ആയിട്ടുള്ളൂ ബേബിയാൾക്ക്. അപ്പോൾ ഇതാക്കണ മസാലകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ലേശം മല്ലിച്ചപ്പും പൊതിനയും അതേപോലെ ഇറച്ചിയും തൈരും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് ഇന്നലെ കൊടുത്തയച്ച ഇത്ത നെയ്യും അരിയൊക്കെ കൊടുത്തയച്ചിരുന്നു. പിന്നെ നമ്മളെ സിലുവിൻ്റെ കിറ്റിലും അത്യാവശ്യം സാധനമൊക്കെ ഉണ്ടല്ലോ. പിന്നെ മസാലയും നമ്മളെ കറുകാപ്പട്ടയും ഏലക്കായും മണ്ടി മുന്തിരിയൊക്കെ ഇന്നലത്തെ ഇത്ത കൊടുത്തയച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ മനസ്സിക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക്. ഈ ബേബികളെ എല്ലാവരും മാനേജ് ചെയ്ത് പോകണ്ടേ. പിന്നെ കാക്കൂനെ ഇവിടെ ഇങ്ങനെ തളച്ചിടാനൊന്നും പറ്റില്ലല്ലോ. നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. യൂട്യൂബ് മാത്രം പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. യൂട്യൂബിലൊന്നും എല്ലാ മാസമൊന്നും നമുക്ക് ഏണിങ്സ് കിട്ടൂല കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ബൺ മെറ്റീരിയലിനൊക്കെ അധികം ആളും വിളിക്കലുണ്ട്. അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ താത്ത കടം തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണ പോലെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നൊന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കണില്ല മക്കളെ. ഇതൊക്കെ നമ്മൾ കടം വാങ്ങിച്ച് കണ്ടാണ് ബൺ മെറ്റീരിയൽസൊക്കെ ഇറക്കണേ തന്നെ. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണ്ട. എൻ്റെ ഹാർഡ് വർക്കൊക്കെ നിങ്ങൾ കാണില്ലേ. രാത്രിയില്ല പകലില്ല എന്നില്ലാതെ ഞാൻ ഡ്യൂട്ടി എടുക്കണമൊക്കെ. പിന്നെ കാക്കുവിനെ കൊണ്ട് കഴിയണ പോലെ കാക്കും പണിയെടുത്ത് കണ്ടൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ മക്കൾ ചിലവും ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. ഇപ്പം ആണെങ്കിൽ 2 ആഴ്ചയായിട്ട് വെറും ഹോസ്പിറ്റൽ കേസുമാണ്. ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. 2 മക്കളില്ലവരും 3 മക്കളില്ലവർക്കൊക്കെ അറിയാം. നമ്മൾ ജില്ലാശുപത്രി കാണിച്ചാൽ തന്നെ നമ്മളെ വണ്ടിക്കൂലിയും മരുന്ന് പുറത്തേക്ക് എഴുതലും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എന്നെക്കൊണ്ട് കഴിയണ പോലെ ഒരുവിധം 1-2 ആളുകളെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. സഹായിച്ചത് ഞാൻ വിളിച്ച് പറയല്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെറുതെ തരുമോ എന്ന് ചോദിച്ചപ്പോഴേ കഴിയായിട്ടാട്ടോ മക്കളെ. ഒന്നും തോന്നരുത് മനസ്സിക്ക് കേട്ടോ. താക്ക് ഇനിയും ഒരുപാട് കിട്ടട്ടെ, ഒരുപാട് സാമ്പത്തികമൊക്കെ വരട്ടെ. അപ്പം എല്ലാവരും ഞാൻ ഹെൽപ്പ് ചെയ്തുതരും. ഇന്നലെ നമുക്ക് കോഴിക്കോട് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു കേട്ടോ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എനിക്ക് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രചോദനമാണ്, ധൈര്യമാണ്. ആരുമില്ല എന്നുണ്ടെങ്കിലും ഭർത്താവൊന്നും അവരെ നോക്കണമൊന്നുമില്ല തോന്നുന്നു. അപ്പോൾ ആരുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. 2 കുട്ടികളെയും കൊണ്ട് എനിക്ക് പുറത്ത് പോകാനും പണിയെടുക്കാനൊന്നും കഴിയണില്ല. എനിക്ക് ഈ ബൺ മെറ്റീരിയൽസിൻ്റെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ അടുത്ത് 10 രൂപ എടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയണ പോലെ മക്കളെ. അപ്പം നമുക്ക് കഴിയണ പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യുക. എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലായിട്ടാണ് കേട്ടോ. അപ്പോൾ ദേഷ്യമൊന്നും ഇത്താനോട് തോന്നരുത്. ഇനി ഒരുപാട് ഉണ്ടാവാനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേ. ഞാനൊക്കെ ഈ പ്രതിസന്ധി കൂടെ കടന്നു വന്ന ആളല്ലേ. അപ്പോൾ എന്തായാലും ഹെൽപ്പാണ് രീതിയിൽ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. അങ്ങനെ 1-2 ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അതിനുള്ള പ്രതിഫലം റബ്ബ് എനിക്ക് തരാക്കൂല. നമ്മൾ എവിടെയും കുടുങ്ങലില്ല ഒരു കാര്യം കൊണ്ടും. അപ്പോൾ എന്താ നമ്മൾ ഈ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ആ കൈ കൊണ്ട് എന്തായാലും നമുക്ക് പടച്ച തമ്പുരാൻ ആ കൈക്ക് എത്തിച്ച് തരലുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയൊക്കെ എല്ലാവർക്കും തരാനും കൊടുക്കാനൊക്കെ നമുക്ക് റബ്ബ് അതിനുള്ള ഭാഗ്യം തരട്ടെ അല്ലേ. അപ്പം ഞാൻ ഒരു സാധനം കിട്ടുമ്പോൾ വരെ ദുആ ചെയ്യലുണ്ട്. അപ്പം തന്നെ എൻ്റെ കണ്ണ് നിറയലുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോസിലൊന്നും നമ്മളങ്ങനെ വല്ലാതെ ഇമോഷണലായിട്ട് പകർത്തണ്ടല്ലോ കരുതിയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണ ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻ്റെ മക്കളെയൊക്കെ നിങ്ങളെ മക്കളെ പോലെ കണ്ടിട്ടല്ലേ. നിങ്ങളെ മക്കൾ ബിരിയാണി കഴിക്കണ പോലെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. എന്തൊരു കാര്യത്തിനും ഇത് ഒരുപാട് ആളുകളോട് ഞാൻ പറയണ കാര്യങ്ങളാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് ആരും തരാല്ല, ഒന്നും തരാല്ല ഇരുന്ന് കണ്ട് മുലക്ക് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. രാവും പകലും അധ്വാനിക്കണം. എന്നാൽ തന്നെ നമുക്ക് നമ്മൾ നയിച്ച പൈസ കിട്ടണം. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വലിയ ഉപകാരം. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. എല്ലാവരും എന്നോട് വിളിക്കുമ്പോഴും എല്ലാ കാര്യം നമുക്ക് ഡ്രസ്സൊക്കെ അയച്ചു തരുന്ന എത്താത്തുണ്ടല്ലോ. അവരൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ വീഡിയോസും എൻ്റെ സൗണ്ടും ഒക്കെ അവരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഇത്താത്തയൊക്കെ എന്നോട് ഹെൽപ്പ് ചെയ്യട്ടെ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഇത്താനോട് കേട്ടോ. നമ്മൾ അധ്വാനിക്കണ ആ പൈസയും കായൊക്കെ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഞാനും കാക്കുമൊക്കെ നയിച്ചു കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലോ നമ്മളെ മക്കൾക്ക്. അപ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനായപ്പോൾ ഇത്ത എന്ത് ചെയ്തു എന്നോ എന്നോട് പറഞ്ഞ് 1000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ട്.
ആ 1000 രൂപയ്ക്ക് എൻ്റെ മക്കൾ അവിടെ നാട്ടിലുണ്ട്, മക്കൾക്ക് ബണ്ണ് വാങ്ങിക്കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞു. ബൺസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. നീ വെറുതെ തന്നു എന്ന് വേണ്ട, വെറുതെ നമ്മളൊരാളെ പൈസയും വാങ്ങരുതല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യത്തെയൊക്കെ അങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആ ബൺ മെറ്റീരിയൽസൊക്കെ ഞാൻ നുറുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് ഗൾഫിലേക്ക് പോകുമ്പോഴത്തേന് എല്ലാം സെറ്റപ്പ് ആക്കിക്കാണ്ട് കൊടുത്തയക്കാനും വേണ്ടി. അതിൻ്റെ ഇടയിൽ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിട്ടൊക്കെ റെഡി ആയില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം തളർന്നിരിക്കല്ലേ, പൈസ അല്ല, അങ്ങനെയാണ്, എന്നെക്കൊണ്ട് കഴിയില്ല, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല കേട്ടോ മക്കളെ. ഇത്താനെക്കൊണ്ട് ഹെൽപ്പ് കഴിയണ പോലെ നിങ്ങളെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു തരും. ഇനി അതുപോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യലുണ്ട്. അതിനൊക്കെ നമുക്ക് ഇനിയും ആഫിയത്തും ആയുസ്സും ആരോഗ്യമൊക്കെ റബ്ബ് തരട്ടെ. അപ്പോൾ അതാക്കണ് ബിരിയാണി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ. നമുക്ക് ഒരാൾ തരുമ്പോൾ നമ്മൾ അതേപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലും നമ്മൾ ബാക്കിലൂടെ കൊടുക്കണം അല്ലേ. അപ്പോൾ 1-2 ആളുകൾക്കൊക്കെ എനിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കടം ചോദിക്കരുത് കേട്ടോ, ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോൾ അതാക്കണ് നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ബൺ മെറ്റീരിയൽസിന് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചോളി കേട്ടോ. നമ്മൾ നുറുക്കിക്കാണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാക്കണ 10 മിനിറ്റ് ഞാൻ വെക്കണം കേട്ടോ. ഇറച്ചി നമ്മൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് നമ്മൾ അരിയും തന്നെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞിക്കണേ പിന്നെ നല്ലോണം വേവൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണം ഞാനൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ദമ്മിട്ടിട്ടുള്ളൂ കേട്ടോ. മക്കൾ തൊയ്ര്യം കെടുത്തുക, മക്കളിങ്ങനെ ചെയ്തരിയുമ്പോൾ അത് പൊട്ടിച്ചെരിയെന്ന് പറഞ്ഞു വേണ്ട. അപ്പോൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് മക്കളിങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്നാണ് പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതാക്കണം നന്നായിട്ട് വെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്ന ഒരുപാട് നന്ദിയുണ്ട്, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയേറെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്നും നിങ്ങളൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാക്കണ കുറച്ച് മഞ്ഞൾ ഏറിയിട്ടുണ്ടോ ഒരു സംശയം അല്ലേ, ഇത്തിരി മഞ്ഞൾ കൂടിയിട്ടുണ്ടോ ഒരു സംശയമുണ്ട്. അപ്പോൾ വായൻ്റെയിലൊക്കെ വെച്ചിരുന്നു ഞാൻ കേട്ടോ, നന്നായിട്ട് മഞ്ഞൾ മുകളിലേക്ക് കയറാക്കാനും വേണ്ടി കണ്ട്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൽ സൺഫ്ലവർ ഓയിലുണ്ടായിരുന്നു ഇന്നലെ തന്നെത്താൻ്റെ കിറ്റിൽ. പിന്നെ ഒരു നെയ്യിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് ഉണ്ടാക്കിയൊക്കെ. അതുകൊണ്ട് നല്ല മയമുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉള്ളി വാട്ടിയ എണ്ണയാണ് കേട്ടോ, അത് അയക്കണം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി. മക്കളൊക്കെ ഉണ്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളോട് പറയുമ്പോഴും നിങ്ങൾക്കൊക്കെ ചിലവർക്ക് ദേഷ്യം വരും, ചിലവർക്ക് ഇഷ്ടമായിരിക്കും പറയണമൊക്കെ. ഒരുപാട് ആൾ പേഴ്സണലായിട്ട് വിളിച്ച് പറയലുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രചോദനമാണ്. ഇങ്ങനെ കരഞ്ഞ മൂലക്ക് ഇരുന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഒന്നാമത് ഭർത്താക്കന്മാർ ഒഴിവാക്കിയതും ഭർത്താക്കന്മാർ അടിക്കണതും ഒക്കെ പേഴ്സണലായി വിളിച്ച് പറയണ ഒരുപാട് കേസുകളുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഏട്ടത്തിനെ പോലെ ഞങ്ങളെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞോളി കരയണ്ടെന്ന് പറയലുണ്ട് കേട്ടോ. അവരൊക്കെ കരഞ്ഞിട്ടാണ് എന്നോട് പറയൽ. അതൊക്കെ ക്ഷമയോടെ കേൾക്കലും ഉണ്ട് കേട്ടോ. നമ്മൾ കേട്ടിരിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അനുഭൂതിയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കേട്ടിരുന്ന് ഞാൻ അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. നമ്മൾ തളർന്നിരിക്കരുത്, എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് നിൽക്കുക. നമ്മൾ കരഞ്ഞിരുന്ന് മൂലക്ക് ഇരുന്നിട്ടൊന്നും ആരും നമ്മളെ ശ്രദ്ധിക്കൂല. അങ്ങനെയൊക്കെ ഒരു കാലം ഈ ഇത്താക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കലുണ്ട്. എങ്ങനെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എവിടുന്നാ തുടങ്ങലെന്ന് വരെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാ ഭർത്താക്കന്മാരൊന്നും ഒരുപോലെ ആവില്ലല്ലേ. നമ്മളെ കാക്കുമൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യലുണ്ട്. അതേപോലെ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. അടിച്ചിട്ട് മൂലക്കലിടുന്ന ഭർത്താക്കന്മാർ വരെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആരാ എന്തായൊന്നും നമ്മൾ വീഡിയോസിൽ പറയണില്ല, അവർ കാണുന്നുണ്ടാവും, കേൾക്കണമൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ അടിയിൽ ചിരിക്കണം നമ്മളെ ഇച്ചുമ്മ പറയുന്നുണ്ട് വലിയ 2 ഇറച്ചി കഷ്ണം എനിക്ക് വേണം കേട്ടോ എന്ന് പറയണം കേട്ടോ. അപ്പം അതിന് ചിരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ തളർന്നിരിക്കരുത്, ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ബൺ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു 250 വാങ്ങി ചെയ്ത് നോക്കി കിട്ടും. റഹ്മത്തും ബർക്കത്തും റബ്ബ് നമുക്ക് തരും. എന്നെ കാക്കു പറഞ്ഞിരുന്നു, ബണ്ണ് നുറുക്കി കൊടുത്തിട്ട് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ 5 രൂപൻ്റെ ബണ്ണ് ഒരു മനുഷ്യനെടുക്കൂല, അങ്ങാടിക്കടിയിൽ പോയ 5 രൂപൻ്റെ ബണ്ണ് കിട്ടൂല പെണ്ണെ, നീ എന്തിനാ ഉറക്കൊഴിച്ചെന്ന് പറഞ്ഞിരുന്നു. അവിടുന്ന് തുടങ്ങി രാവും പകലും അധ്വാനിച്ച് ഞാൻ നേരം വെളുക്കുമ്പോഴത്തേന് ഏകദേശം എൻ്റെ ബൺ മെറ്റീരിയലൊക്കെ വിറ്റ് പോലുണ്ട് അൽഹംദുലില്ലാ. ഇപ്പം ഞാനിതാ ബണ്ണിൻ്റെ മെറ്റീരിയൽ ഇറക്കി. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ കരഞ്ഞിരുന്നിട്ടും ഒരു വട്ടം തോറ്റോന്ന് കരുതിക്കാണ്ട് വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ജീവിതം നമ്മൾ തന്നെ
കെട്ടിപ്പടുക്കണം കേട്ടോ. അതിന് ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കൊന്നും കഴിയില്ല. അപ്പം എന്താ നമ്മൾ ചെയ്യുക, അവർക്ക് കൂടെ ഹെൽപ്പായി നിന്ന് കൊടുക്കുക. അപ്പം തന്നെ റഹ്മത്തും ബർക്കത്തും അവിടെ ഉണ്ടാവും കേട്ടോ, രണ്ടാളും കൂടി ചെയ്യുമ്പോൾ. അപ്പോൾ എത്രയൊക്കെയുള്ള വീഡിയോ. അസ്സലാമു അലൈക്കും.